QT, the Beauty So presents Kerala Vision Kudumbashree Micro Enterprises Awards 2025 powered by My Choice Puttupudi and Spices. ഞങ്ങളുടെ ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം പ്രസംഗം നിർവഹിച്ച് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് റാന്നി MLA ആയ പ്രമോദ് നാരായൺ അവറുകളെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ റാന്നി MLA പ്രമോദ് നാരായണൻ സാറാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യപരിപാടികൾ ഇവിടെ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്ത് ഇനോഗ്രൽ സ്പീച്ച് നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സോ അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ QT ദ ബ്യൂട്ടി സോ പ്രസൻസ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 ഞങ്ങളുടെ ഉദ്ഘാടകം ചെയ്യാനായി റാന്നി MLA ഞങ്ങളുടെ പ്രമോദ് നാരായണൻ സാർ ഇവിടെ എത്തിക്കഴിഞ്ഞു. സർ പ്ലീസ്. ആദരണീയരെ, പ്രിയമുള്ളവരെ, ഉദ്ഘാടനം ദീർഘമായൊരു പ്രസംഗം എന്നല്ല, ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഈ വേദിയിൽ വന്ന മുടി നരയ്ക്കാൽ, തൊലി ചുളിഞ്ഞാൽ, പല്ല് കൊഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ മനോഹാരിത അവസാനിച്ചു എന്ന് ഉത്കണ്ഠപ്പെടുന്നവരുടെ കാലത്ത് ഏതു പ്രായത്തിലും ജീവിതത്തിന് എത്ര സൗന്ദര്യമുണ്ട് എന്നും സ്ത്രീകൾക്ക് തല ഉയർത്തി നിൽക്കാനാവുമെന്നും കാട്ടിത്തന്ന ആ അമ്മമാരെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്നു. അവരെ ഈ വേദിയിൽ വരാൻ പ്രാപ്തരാക്കിയ പരിശീലകർക്കും അവർക്ക് ഈ വേദി നൽകിയ കേരള വിഷനും ഒരു വലിയ സല്യൂട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട നിസാർ, ഞാൻ ആലപ്പുഴ SD കോളേജിൽ MAക്ക് പഠിക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്ന കൗൺസിലറായൊക്കെ മത്സരിക്കുമ്പോൾ അന്ന് മുതൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു വലിയ സാംസ്കാരിക ആഖ്യാനമാണ് കേരള വിഷൻ. നമുക്ക് ധാരാളം ചാനലുകളുണ്ട്. ആ ചാനലുകൾക്കിടയിൽ കേരള വിഷന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, അകലെ നിന്ന് ആരവത്തോടെ നാം കാണുന്ന മുഖ്യധാര മാധ്യമങ്ങളോട് മലയാളിക്ക് വിവരങ്ങൾ അറിയാൻ, ലോകത്തെ കാണാൻ ഒക്കെ ആ മാധ്യമങ്ങൾ വേണം. പക്ഷെ തൊട്ടടുത്ത് എന്ത് സംഭവിച്ചു എന്നറിയാൻ അയൽക്കാരനോടുള്ള ഒരു മമത മലയാളിക്ക് കേരള വിഷനോടുണ്ട്. കേരള വിഷൻ കേരളത്തിൻ്റെ ഗ്രാമങ്ങളുടെ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് കേരള വിഷൻ ചാനലിൻ്റെ പ്രവർത്തകരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കട്ടെ. കേരള വിഷൻ എത്ര വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് അമ്മമാർക്ക് വേദിയിൽ കിട്ടിയ ഈ അവസരം. ഇന്ന് കുടുംബശ്രീയുടെ സംരംഭകർക്കാണ് അവാർഡ് നൽകുന്നത്. പ്രിയപ്പെട്ട അരൂർ മോഹൻ എനിക്കൊപ്പം ഇവിടെയുണ്ട്. അദ്ദേഹത്തിനൊപ്പം പ്രിയപ്പെട്ട ബിന്നി ഡാനിയൽ, രണ്ടുപേരും പത്തനംതിട്ടക്കാരാണ്. ഞങ്ങളെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു പ്രിയപ്പെട്ട അരൂർ മോഹനുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അരൂർ മോഹൻ ഒരു സുന്ദരനായ വില്ലനാണ് എന്ന് ഞാൻ എപ്പോഴും പറയും. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഭാര്യ സ്ക്രീനിലാണ് കേട്ടോ, പ്രിയപ്പെട്ട ബിന്നി. രണ്ടുപേരും പത്തനംതിട്ടക്കാരാണ് എന്നതിലുള്ള പ്രത്യേക സന്തോഷവും അറിയിക്കുന്നു. ഒരുപാട് സ്ക്രീനിൽ നമ്മൾ കാണുന്ന താരങ്ങളെ ഒരുപാട് പേരെ കാണാം. അവരെ മാത്രം പരാമർശിച്ചത് പത്തനംതിട്ടയുടെ ഒരു സ്വാർത്ഥത കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും, സിനിമാ താരങ്ങൾക്ക്, പണ്ട് ശാന്തികൃഷ്ണയാണ് ഇത് രണ്ടും ഏറ്റവും മനോഹരമായി പറഞ്ഞത്, സിനിമാ താരങ്ങളെ കണ്ട് ആരാധനയോട് നിൽക്കും, പക്ഷെ സീരിയൽ താരങ്ങളെ കണ്ടാൽ അടുത്തേക്ക് ചെല്ലും, അവരെ കെട്ടിപ്പിടിക്കും, അവരെ ചേർത്ത് നമ്മുടെ ആരോ ഒരാളായി അവർ മാറും. ഇതെൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉൾപ്പെടെ ശ്രീ അരൂർ മോഹനെയും നേരിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചതാണ്. ഒറ്റ വാക്കിൽ പറയാം, ഇവിടെയുള്ള സീരിയൽ താരങ്ങൾക്കെല്ലാം മലയാളിയുടെ ഹൃദയത്തിലാണ് ഇരിപ്പിടമുള്ളത്. ഹൃദയത്തിൽ ഇരിപ്പിടമുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു പ്രത്യേക സ്നേഹം. കൈയടിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ചേർന്ന് ഇവർക്കെല്ലാവർക്കും കേരള വിഷൻ്റെ വേദിയിലെത്തിയ എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹം. കുടുംബശ്രീ DPMനെ എനിക്ക് കാണാം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന ഒരു നാടകം ഉണ്ടായിരുന്നു, VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകം.
ആ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി പുറകിലേക്ക് പോയാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊരു നാടകമുണ്ട്. ആ നാടകമാണ് ഭാസന്റെയും കാളിദാസിന്റെയും നാടകങ്ങൾ മാത്രമാണ് നാടകത്തിൽ മലയാളത്തിൽ വേദിയിൽ വരാൻ കഥാപാത്രങ്ങളാകാൻ കഴിയുന്നത്, അത്തരം ആളുകൾക്ക് മാത്രമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലത്താണ് മാല എന്ന സ്ത്രീ കറുത്ത മനുഷ്യരായി കേരളത്തിന്റെ പുറമ്പോക്കിൽ നിന്ന മനുഷ്യർക്ക് കഥാപാത്രമാകാം എന്ന് തോപ്പിൽ ഭാസി തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ ഒരുപാട് മാലമാർ മുടിയൊന്ന് നന്നായി കെട്ടി, മുഖക്കണ്ണാടിയിൽ നോക്കി, സുന്ദരിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു, അഭിമാനത്തോടെ കൂലി ചോദിക്കാൻ പഠിച്ചു, പ്രണയിച്ചു, സ്നേഹിച്ചു, തങ്ങളുടെ ജീവിതത്തിന്റെ ആനന്ദങ്ങളെ കണ്ടെത്തി. ആ നാടകത്തിന് ശേഷം വന്ന മറ്റൊരു നാടകമായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അരങ്ങിലെത്തുന്ന സ്ത്രീക്ക് എന്ത് ചെയ്യാനാകും? കാണാത്ത ചരടുകളും കാണുന്ന ചരടുകളും പൊട്ടിച്ച് ചരിത്രം എന്നാൽ, ഹിസ്റ്ററി എന്നാൽ ഹിസ് സ്റ്റോറി മാത്രമല്ല, അത് ഹെർ സ്റ്റോറിയാണ്, അവളുടെ കഥയാണ് എന്ന കേരളം എഴുതിയ വീരഗാഥയുടെ മറുപേരാണ് കുടുംബശ്രീ എന്ന ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ പറഞ്ഞു വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 25 വർഷങ്ങൾ കേരളം താണ്ടിയ ദൂരങ്ങൾ ഭൂപരിഷ്കരണത്തിന്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ അനുഭവത്തിന്റെ തുടർച്ചയായി അമർത്യ സെന്നെ പോലുള്ള ആളുകൾ കേരള മാതൃക എന്ന് വിശേഷിപ്പിക്കുന്ന കേരളീയ ജീവിതാനുഭവത്തിൽ സ്ത്രീയുടെ ആത്മധൈര്യത്തിന്റെ കാന്തിയുള്ള പ്രതീകമായി കുടുംബശ്രീ നിൽക്കുന്നു. ആ കുടുംബശ്രീക്ക് കേരളത്തിലാകെ സഞ്ചരിക്കുമ്പോൾ കുടുംബശ്രീയുടെ ഒരുപാട് നേട്ടങ്ങളെ കാണാം. പക്ഷെ ആ കുടുംബശ്രീയിൽ ഒരുപാട് സംരംഭകരുണ്ട്. സംരംഭകരെ കുറിച്ച് മാനേജ്മെന്റ് ക്ലാസ്സിൽ പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് മല്ലിക ഹെഗ്ഡെ. കോഫി ഡേ ഒരു ദിവസം തകർന്നു വീണപ്പോൾ നദിയിലേക്ക് പോയി കാറൊന്ന് അരികത്ത് പാർക്ക് ചെയ്ത് നദിയിലേക്ക് ഇറങ്ങി ജലസമാധി പോലെ ആത്മഹത്യ നടത്തിയ സിദ്ധാർത്ഥ ഹെഗ്ഡെയുടെ ഭാര്യ എങ്ങനെയാണ് തന്റെ കോഫി ഡേ എന്ന സാമ്രാജ്യത്തെ വീണ്ടും കെട്ടിപ്പടുത്തത് എന്ന് പറയും. ആ വീണ ഹെഗ്ഡെയേക്കാൾ, മല്ലിക ഹെഗ്ഡെയേക്കാൾ എത്രയോ വലിയ ധൈര്യമുള്ളവരാണ്, എത്ര സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നവരാണ് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പ്രവർത്തകരെന്ന് നേരിട്ട് അറിയാവുന്ന ഒരു MLA ആണ് ഞാൻ. കേരളത്തിൽ എന്തും ഞങ്ങൾക്ക് സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന പത്തനംതിട്ടയിലെ കുടുംബശ്രീ പ്രവർത്തകരെ ആദരിക്കുന്നതിലൂടെ കേരളത്തിലെ സ്ത്രീകളെയാണ്, പത്തനംതിട്ടയിലെ അമ്മമാരെയാണ് കേരള വിഷൻ ആദരിക്കുന്നത്. അതിന് കേരള വിഷനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സായാഹ്നം സ്ത്രീകളുടേതാണ്, ഈ സായാഹ്നം അമ്മമാരുടേതാണ്. സ്ത്രീ എന്നത് പുരുഷന്റെ ഇരയാവേണ്ടവളല്ല, ഇണയായി മാത്രം ജീവിക്കേണ്ടവളല്ല, അടുക്കളയിൽ തേഞ്ഞുതീരുന്ന ഒരു ഉപകരണവുമല്ല. അവൾക്ക് ചരിത്രം രചിക്കാനാകും. ആകാശ നിലമയിൽ നിന്നും ഇറങ്ങി വന്ന സുനിത വില്യംസ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നമുക്ക് എന്തും സാധ്യമാകും എന്ന് തെളിയിക്കാൻ ആകട്ടെ. ഒപ്പം ഇത് കലയുടെ വേദി കൂടിയാണ്. മനുഷ്യ സൃഷ്ടിച്ച ജാതിയുടെ, മതത്തിൻ്റെ, വ്യത്യസ്ത ആശയങ്ങളുടെ ഭേദങ്ങളെല്ലാം, മനുഷ്യർ വരയുന്ന അതിർത്തികളെല്ലാം മാഞ്ഞു പോകുന്നത് കലയിലാണ്, സംഗീതത്തിലാണ്, അത് സൃഷ്ടിക്കുന്ന മമതയിലാണ്. ആ മമതയിലേക്ക് കൂടിയുള്ള തീർത്ഥയാത്രയാകട്ടെ ഈ സായാഹ്നം. ഈ മിഴിവാർന്ന ഓർമ്മയ്ക്ക്, കുടുംബശ്രീ പ്രവർത്തകർക്ക് പുരസ്കാരം നൽകുന്ന മഹിതമായ വേദിക്ക് എൻ്റെ എല്ലാ ആദരവും. ഈ ചടങ്ങ് പങ്കെടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയ അനുവാദത്തോടെ കുടുംബശ്രീ പ്രവർത്തകരുടെ ഇനിയുള്ള ദൂരങ്ങളും ഉന്നം പിഴയ്ക്കാത്ത സ്വപ്നങ്ങൾ പേറിയുള്ള യാത്രകളും സഫലമാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. എല്ലാവർക്കും സ്നേഹഭാവുകൾ. താങ്ക് യു സോ മച്ച് സർ. സാറിന് ഞങ്ങൾക്ക് ഒരു 5 അവാർഡും കൂടെ നൽകാനായിട്ട് സാറിന് ഒന്നും കൂടെ ഞാനൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യാനായിട്ട് സാദരം റിക്വസ്റ്റ് ചെയ്യാം. ആദ്യമായാണ് നേരിട്ട് കാണുന്നത്. ഇളനീര് പോലെ ഒഴുകട്ടെ മധുര മലയാളം.